ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തോരനാണ് കേട്ടോ. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കേട്ടോ, ചെറുതായി നുറുക്കിയെടുത്താണ്, സ്ലൈസാക്കി നുറുക്കിയെടുത്താണ്. ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കാം. ഒക്കെ മൂത്ത് വന്നതിലേക്ക് നമുക്ക് 2 സവാളയാണ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു നുള്ളു വലിയ ജീരകപ്പൊടി, മുളക് പൊടിയുടെയൊക്കെ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഈ കുറച്ച് വെച്ചിട്ട് വേണം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ നല്ല വെന്ത് വന്നതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിന് മുകളിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറുതാക്കി മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ. ചോറിന് ഇനി വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കൂട്ടാൻ മാത്രം മതി.
ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തണ്ട് വേപ്പിനയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു മുട്ടത്തോരനാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.